എല്ലാവർക്കും ബയോസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +2 ബയോളജിയിലെ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ചാപ്റ്ററിലെ BT കോട്ടനാണ് ഇന്ന് റിവിഷൻ ചെയ്യുന്നത്. ചെറിയ ടോപ്പിക്കാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. അതിൽ കുറച്ച് ഒന്ന് രണ്ട് പുതിയ ക്വസ്റ്റ്യനും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇന്ന് ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോ കാണുക, കണ്ടന്റ് നന്നായിട്ട് തറവാക്കുക, ടെസ്റ്റ് നന്നായിട്ട് വായിക്കുക, എക്സാമിന് പോവുക, വിജയിക്കുക. ഓൾ ദ ബെസ്റ്റ്. പോകാം വീഡിയോയിലേക്ക്. What are the applications of biotechnology in which the production of pest-resistant plants in agriculture? കൃഷി രംഗത്ത് ഈ പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റുകൾ ഉപയോഗിക്കുന്നതിനുള്ള ആപ്ലിക്കേഷൻ എന്താണ്? അതായത് ഒരു പ്ലാന്റ് തന്നെ സ്വയം ആ കീടങ്ങളെ നിയന്ത്രിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം എന്താണ്, അതിന്റെ ഉപയോഗം എന്താണ്? സാധാരണ നമ്മൾ കീടങ്ങളെ വരാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? കീടനാശിനി, കെമിക്കൽ ആയിട്ടുള്ള കീടനാശിനി സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെ? എന്നാൽ ഒരു പ്ലാന്റ് തന്നെ ആ കീടങ്ങളെ ചെറുക്കുകയാണെങ്കിൽ, കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ കീടനാശിനിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. അതാണ് ആൻസർ. ഇറ്റ് ഡിക്രീസസ് ദ എമൗണ്ട് ഓഫ് പെസ്റ്റിസൈഡ് യൂസ്ഡ്. നമ്മൾ ഉപയോഗിക്കുന്ന ആ പെസ്റ്റിസൈഡിന്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ആ പെസ്റ്റിസൈഡിന്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. അത് തന്നെയാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇറ്റ് ഡിക്രീസസ് ദ എമൗണ്ട് ഓഫ് പെസ്റ്റിസൈഡ് യൂസ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡസ് BT സ്റ്റാൻഡ്സ് ഫോർ? ഈ BT കോട്ടല്ല BT കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? BT നമുക്ക് എല്ലാവർക്കും അറിയാം, ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്നൊരു സോയിൽ ബാക്ടീരിയം ആണ്. ആ ബാക്ടീരിയത്തിൽ നിന്നാണ് ആ ജീൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് ആ കോട്ടൺ എന്ത് പേര് വന്നത്? BT കോട്ടൺ എന്ന പേര് വന്നത്. എന്താണെന്നൊക്കെ അറിയാലോ. ബാസിലസ് തുറിഞ്ചിയൻസിസ് നിന്ന് ആ ജീൻ എടുത്തത് കൊണ്ടാണ് ആ കോട്ടൺ എന്ത് പേര് വന്നത്? BT കോട്ടൺ എന്ന പേര് വന്നത്. അപ്പൊ BTയുടെ അർത്ഥം ബാസിലസ് തുറിഞ്ചിയൻസിസ്. Bacillus thuringiensis produce toxic proteins. Why does this toxin not kill the bacillus? എന്തുകൊണ്ടാണ് ബാസിലസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ടോക്സിക് പ്രോട്ടീൻ അവരെ തന്നെ അഫക്ട് ചെയ്യാത്തത്? അതായത് ബാസിലസ് തുറിഞ്ചിൻസിന്റെ ബോഡിയിൽ ഒരു ജീൻ ഉണ്ട്. ആ ജീൻ കാരണം അവരുടെ ബോഡിക്ക് ഒരു ടോക്സിക് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അവരെ അഫക്ട് ചെയ്യുന്നില്ല, അവരെ കൊല്ലുന്നില്ല. എന്തുകൊണ്ടാ? അതൊരു ഇനാക്റ്റീവ് രൂപത്തിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഇൻസെക്ടിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇത് ആക്റ്റീവ് ആവത്തുള്ളൂ. അതായത് ആ ഇൻസെക്ടിന്റെ സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ, ഗട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ആൽക്കലൈൻ പീച്ചിന്റെ പ്രസൻസിലാണ് ഇത് ആക്റ്റീവായിട്ട് മാറുന്നത്. അപ്പം ബാക്ടീരിയയുടെ ബോഡിയിൽ ഈ ടോക്സിൻ ഒരു ഇനാക്റ്റീവ് ടോക്സിന്റെ രൂപത്തിലായിരിക്കും കാണപ്പെടുന്നത്. അതിനെ പ്രോടോക്സിൻ എന്നാണ് പറയുന്നത്. The BT toxin exists as inactive protoxin in Bacillus. When an insect injects the inactive toxin, it is converted into active toxin due to the alkaline pH. അതായത് ഇനാക്റ്റീവ് രൂപത്തിലായിരിക്കും ബാക്ടീരിയയുടെ ബോഡിയിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഇൻസെക്ട് ഇത് ഇഞ്ചക്ട് ചെയ്യുകയും ഉള്ളിൽ എത്തുകയും ചെയ്താൽ, ഗട്ട്സിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ആൽക്കലൈൻ പീച്ചിന്റെ പ്രസൻസിൽ ഇത് ആക്റ്റീവായിട്ട് മാറുകയും ഇതിന്റെ ആക്ഷൻ നടത്തുകയും ചെയ്യും. സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെയാണ് BT കോട്ടൺ വർക്ക് ചെയ്യുന്നതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ ക്രൈജീൻ ഓർ BT ടോക്സിക് ജീൻ ഹെൽപ്പ് ദ പ്ലാന്റ് ടു റെസിസ്റ്റ് ഇൻസെക്ട് പെസ്റ്റ്? അതായത് എങ്ങനെയാണ് ക്രൈജീൻ അല്ലെങ്കിൽ BT ടോക്സിൻ ജീൻ പ്ലാന്റ്സുകളെ ഇൻസെക്റ്റിൽ നിന്നും, ആ പെസ്റ്റുകളിൽ നിന്നും എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ റെസിസ്റ്റ് ചെയ്യും? അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം. എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ഓഫ് ഇൻസെക്ട് റെസിസ്റ്റൻസ് ഇൻ BT കോട്ടൺ. BT കോട്ടണിൽ എങ്ങനെയാണ് ഇൻസെക്റ്റുകളെ ചെറുക്കുന്നത്, അല്ലെങ്കിൽ BT കോട്ടൺ എങ്ങനെയാണ് ഇൻസെക്റ്റുകളിൽ നിന്നും രക്ഷ നേടുന്നത്? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ക്രൈജീൻ പ്രൊഡ്യൂസസ് BT ടോക്സിൻ പ്രോട്ടീൻ. ഈ ബാക്ടീരിയയുടെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന ജീനിന്റെ പേര് ക്രൈജീൻ ഓർ BT ടോക്സിൻ ജീൻ ആണ്. അത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു BT ടോക്സിക് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും, which exists as inactive protoxin. But once an insect injects the inactive toxin, it is converted into an active form of toxin due to the alkaline pH of the gut, which solubilizes the crystals. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അതായത് ഇതൊരു പ്രോട്ടോക്സിൻ, ഇനാക്റ്റീവ് പ്രോട്ടോക്സിൻ രൂപത്തിലാണ് ബാക്ടീരിയയുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്തത്. എന്നാൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ ഏതെങ്കിലും ഇൻസെക്ടിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ഗട്ട്സിൽ വെച്ച് ഇത് ആൽക്കലൈൻ പിഎച്ചിന്റെ പ്രസൻസിൽ, ആൽക്കലൈൻ പിഎച്ചിൽ എന്ത് ചെയ്യുന്നു? ഇത് സോളിബിളസ് ആവുകയും അതിൽ അലിഞ്ഞു ചേരുകയും എന്നിട്ട് അത് ആക്റ്റീവ് പ്രോട്ടീനായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ BT കോട്ടൺ ചെടിയുടെ പ്രത്യേകത, ഈ ജീൻ ഉള്ള ഒരു കോട്ടൺ ചെടി ആയിരിക്കുമല്ലോ BT കോട്ടൺ എന്നറിയപ്പെടുന്നത്. BTയുടെ ഓരോ സെല്ലുകളിലും ഈ ജീൻ ഉണ്ട്. BT കോട്ടന്റെ ഓരോ സെല്ലിനകത്തും ഈ ജീൻ ഉള്ളത് കൊണ്ട് തന്നെ ഓരോ സെല്ലിലും ടോക്സിക് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. അത് ആ ചെടിക്കകത്ത് ഇനാക്റ്റീവ് രൂപത്തിലിരിക്കും. അത് ഏതെങ്കിലും ഇൻസെക്ടിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ആക്റ്റീവ് ആവും. അതായത് അവിടുത്തെ ആൽക്കലൈൻ പീച്ചിൽ സോളിബിളൈസ് ചെയ്തിട്ട് അത് ആക്റ്റീവ് പ്രോട്ടീൻ ആയിട്ട് മാറുകയും ചെയ്യും. The activated toxin binds the surface of big gut epithelial cells and create pores that cause cell swelling and lysis and eventually cause death of the insect. അതായത് നേരത്തെ പറഞ്ഞു ആക്റ്റീവായ ടോക്സിൻ ആൽക്കലൈൻ pHസിൽ ലയിച്ചിട്ട് ആക്റ്റീവായ ടോക്സിൻ എന്ത് ചെയ്യുന്നു?
ഇൻസെക്ടിന്റെ ഗട്ട്സിൽ എത്തിക്കഴിഞ്ഞാൽ മിഡ്ഗട്ടിന്റെ ലെയറിലുള്ള എപ്പിത്തീലിയൽ സെൽസിൽ ഇത് ബൈൻഡ് ചെയ്യുകയും ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അവസാനം സെല്ലുകൾ വീർക്കാനും പൊട്ടാനും ലൈസിസ് നടന്നിട്ട് ആ ഇൻസെക്ട് ചത്തുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസെക്ടിന്റെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ആക്റ്റീവായിട്ട് മാറുകയും എപ്പിത്തീലിയൽ സെൽസിൽ ബൈൻഡ് ചെയ്ത് അവിടേക്ക് ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുകയും സെല്ല് വീർക്കുകയും പൊട്ടുകയും ചെയ്യും. അങ്ങനെ ഇൻസെക്ട് ചത്തുപോകുന്നു. അങ്ങനെ BT കോട്ടണിലുള്ള ഈ ടോക്സിക് ജീൻ കാരണം ഇൻസെക്റ്റുകളെ കൊന്നുകളയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ആ BT ജീൻ അല്ലെങ്കിൽ ക്രൈ ജീൻ വർക്ക് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ സ്പെസിഫിക് ഫീച്ചർ ഓഫ് BT കോട്ടൺ പ്ലാന്റ്? BT കോട്ടൺ പ്ലാന്റിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് റെസിസ്റ്റന്റ് ടു കോട്ടൺ ബോൾവേം. കോട്ടൺ ബോൾവേമിനെ കൺട്രോൾ ചെയ്യുന്നു. അതാണ് ഇതിന്റെ പ്രത്യേകത. ആ കോട്ടൺ ബോൾവേമിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻസെക്ടിസൈഡോ പെസ്റ്റിസൈഡോ ആ കോട്ടൺ ബോൾവേമിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇൻസെക്ടിസൈഡോ പെസ്റ്റിസൈഡോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ചെടി തന്നെ കൺട്രോൾ ചെയ്യല്ലേ, പിന്നെ നമുക്ക് വേറെ ഇൻസെക്ടിസൈഡിന്റെ ആവശ്യമില്ല. അപ്പം ആ കോട്ടൺ വേമിനെ ഇതെന്ത് ചെയ്യുന്നു? റെസിസ്റ്റ് ചെയ്യുന്നു. ഗിവ് 2 എക്സാമ്പിൾസ് ഫോർ ക്രൈജീൻ. ക്രൈജീന് 2 എക്സാമ്പിൾ പറയുക. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. Cry1AC ആൻഡ് Cry2AB. ഈ 2 ജീനുകളും കോട്ടൺ ബോൾവേമിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. പഠിച്ചു വെച്ചിരിക്കുക. ഈ 2 ജീനും എന്തിനെ കൺട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ കോട്ടൺ ബോൾവേമിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ ഏതെന്ന് ഓപ്ഷൻ എന്ന് ചോദിക്കുക. അപ്പോൾ ഓപ്ഷനിൽ Cry1ACയോ Cry2AB ഏതെങ്കിലും ഒരെണ്ണം കാണും. ചൂസ് ചെയ്ത് എഴുതുക. മറ്റൊരു ജീനാണ് Cry1AB. അത് കോൺ ബോററിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ചോദിച്ചിട്ടുണ്ട് Cry1AB എന്തിനെ കൺട്രോൾ ചെയ്യുന്നു? കോൺ ബോററെ. തിരിച്ച് ചോദിക്കാറുണ്ട്, കോൺ ബോററെ കൺട്രോൾ ചെയ്യുന്ന ജീൻ ഏത്? Cry1AB. എങ്ങനെ ചോദിച്ചാലും എഴുതാൻ പഠിക്കുക, ജീനുകൾ പഠിക്കുക, അത് എന്തിനെ കൺട്രോൾ ചെയ്യുന്നത് പഠിക്കുക. നെയിം ദ ഫോറിൻ ജീൻ പ്രസന്റ് ഇൻ BT കോട്ടൺ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. BT കോട്ടണിൽ കാണപ്പെടുന്ന ഫോറിൻ ജീന്റെ പേര് ക്രൈജീൻ. ക്രൈജീൻ എന്നാണ് എന്റെ പേര് കേട്ടോ, അത് ഓർത്തിരിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ BT കോട്ടൺ എന്ന ചെറിയ പോർഷനാണ് ഡിസ്കസ് ചെയ്തത്. മാക്സിമം ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. BTയുടെ ഫുൾ ഫോം ആയിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ BT കോട്ടൺ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ചോദിക്കാറുണ്ട്, ആ ജീനുകളുടെ പേര് ചോദിക്കാറുണ്ട്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.